ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് കാസയിൽ നിന്നും കുളുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന HRTCയുടെ ഒരു ബസ്സിലാണ്. കുറേ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ലേ ലഡാക്ക് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് ഞങ്ങൾ 4 പേർ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ വൈഫ് ഫിദയും കൂടെ ഫ്രണ്ട് അമീനും അവൻ്റെ വൈഫ് ജിഹാനും. ഒരുപക്ഷെ 14 ദിവസങ്ങൾ ഞങ്ങൾ സഞ്ചരിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ചത് ഈ ഒരു ബസ് യാത്രയാണ്. എന്നാൽ ഒരുപക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചതും ഇതേ ബസ് യാത്രയിൽ തന്നെയാകും. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഞങ്ങളുടെ ഈ യാത്രയുടെ പ്ലാനിങ് തുടങ്ങുന്നത് ഏകദേശം കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ്. കാശ്മീരിലെ എന്നീ 2 സ്വപ്നങ്ങൾ ചേർത്തുകൊണ്ടൊരു പ്ലാൻ ഉണ്ടാക്കി ഓഗസ്റ്റ് മാസം അവസാനത്തിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഫ്ലൈറ്റ് ബുക്കിംഗ് നേരത്തെ ചെയ്തു വെക്കാറുണ്ട്. അതിനുശേഷമാണ് പോകേണ്ട സ്ഥലങ്ങളെല്ലാം തീരുമാനിക്കാറ്. ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹി വഴി ശ്രീനഗറിലേക്കും തിരിച്ച് ലേയിൽ നിന്ന് ഡൽഹി വഴി ബാംഗ്ലൂരിലേക്ക് റിട്ടേൺ ഫ്ലൈറ്റുമാണ് ബുക്ക് ചെയ്തിരുന്നത്. ശ്രീനഗറിൽ നിന്നും ലേ വരെയുള്ള ഒരേ ഒരു ബസ് ട്രിപ്പ് മാത്രമാണ് ഞങ്ങളുടെ ആദ്യ പ്ലാനിൽ ഉണ്ടായിരുന്ന ബസ് യാത്ര. അവിടെ നിന്നും 11ഓളം ബസ് കയറി ചണ്ഡീഗഡ് മുതൽ ലേ വരെയുള്ള ഈ ട്രിപ്പ് ആയതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മെയ് മാസം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ട്രിപ്പ് തുടങ്ങാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ആ ന്യൂസ് വരുന്നത്. അമിത് ഷാ ഒരു സുപ്രഭാതത്തിൽ കാശ്മീരിലെ ആർട്ടിക്കിൾ 370 അങ്ങ് പിൻവലിച്ചു. പിന്നെ സംഭവിച്ചതൊക്കെ എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഞങ്ങളുടെ ആദ്യ പ്ലാൻ വെള്ളത്തിലായി. വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത് ഞങ്ങളുടെ അടുത്ത 2ാമത്തെ പ്ലാനിലെ മെയിൻ വില്ലൻ വെള്ളമായിരുന്നു. ലേയിൽ പൊതുവെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഫസ്റ്റ് പ്ലാനിലെ ലേ എന്തായാലും പോകണമെന്ന് ഉറപ്പിച്ചു. പിന്നെ റിട്ടേൺ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതും ലേയിൽ നിന്ന് തന്നെയാണല്ലോ. അങ്ങനെ പ്ലാൻ ബി ആയി ചണ്ഡീഗഡിൽ നിന്ന് തുടങ്ങി സ്പിതി വഴി ലേ വരെ ഒരു റോഡ് ട്രിപ്പ് എന്ന ആശയം വരുന്നത്. അപ്പോഴാണ് അടുത്ത പണി വരുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, വെള്ളത്തിൻ്റെ രൂപത്തിൽ. ഹിമാചലിൽ വെള്ളപ്പൊക്കവും ലാൻഡ് സ്ലൈഡും. ഞങ്ങൾ പോയ പോലത്തെ ഒരു ബസ്സാണ് ആ ഫോട്ടോയിൽ കാണുന്നത്. ഈ ഫോട്ടോ അന്ന് കണ്ടപ്പോൾ കുറച്ച് നേരത്തേക്ക് നെഞ്ചിടിപ്പ് അങ്ങ് നിന്നുപോയി. മഞ്ജു വാര്യർ മൂവി ഷൂട്ടിങ്ങിന് പോയി ചത്രു എന്ന സ്ഥലത്ത് കുടുങ്ങിയ ന്യൂസെല്ലാം നമ്മൾ കണ്ടതല്ലേ. അങ്ങനെയാണ് ഈ റൂട്ടിൽ ഈ സമയത്ത് ഫാമിലിയായി പോകാൻ ഏറ്റവും നല്ലത് HRTC ബസ്സാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ ഭാഗ്യം കൊണ്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനാകുമ്പോഴേക്കും പ്രശ്നങ്ങളെല്ലാം തീർന്ന് ബസ്സുകളെല്ലാം ഓടി തുടങ്ങിയിരുന്നു. അതെല്ലാം ഞാനും അമീനും ഓരോ ബസ് ഡിപ്പോകളിലും വിളിച്ച് കൺഫേം ചെയ്തിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ് ഇന്ത്യക്ക് റീഫണ്ട് ചെയ്തതും ആശ്വാസമായി. ശേഷം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു ദിവസം മുന്നേ ഉള്ള ഫ്ലൈറ്റാണ് ചണ്ഡീഗഡിലേക്ക് ബുക്ക് ചെയ്തത്. അങ്ങനെ ട്രിപ്പിൽ ഒരു ദിവസം എക്സ്ട്രാ ആയിട്ട് കിട്ടി. റൂട്ട് മൊത്തം മാറിയതുകൊണ്ട് അത് ശരിക്കും ഹെൽപ്ഫുള്ളായി. ബാംഗ്ലൂരിൽ നിന്നും പുലർച്ചെ തന്നെയുള്ള ഫ്ലൈറ്റ് നോക്കി ചണ്ഡീഗഡിലേക്ക് ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, പിന്നെ ഉള്ള എല്ലാ ബസ് യാത്രകളും അതിലും നേരത്തെയാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പുലർച്ചെ 3 മണി, 4 മണി, 5 മണിയൊക്കെ ആയിരുന്നു ഓരോ ബസ്സും സ്റ്റാർട്ട് ചെയ്ത സമയങ്ങൾ. അങ്ങനെ ഉച്ചയോടുകൂടി ഞങ്ങൾ ചണ്ഡീഗഡ് എയർപോർട്ടിലെത്തി. ചണ്ഡീഗഡിൽ ഞങ്ങൾക്ക് വൈകുന്നേരം വരെ സമയം ഉണ്ടായതുകൊണ്ട് ഒരു ഓല റെൻ്റൽ ബുക്ക് ചെയ്ത് ചണ്ഡീഗഡ് ഒന്ന് ചെറുതായി കറങ്ങി കാണാൻ തീരുമാനിച്ചു. ഒരു പഞ്ചാബി ഡ്രൈവറെ ഞങ്ങൾക്ക് കൂടെ കിട്ടി. പുള്ളി ആദ്യം തന്നെ ഒരു നല്ല പഞ്ചാബി സ്റ്റൈൽ ചാനാവട്ടൂര കിട്ടുന്ന ഹോട്ടലിൽ കൊണ്ടുപോയി ശേഷം റോക്ക് ഗാർഡനും പിന്നെ സുഗുണ ലേക്കും കാണിച്ചു തന്നു ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ വിട്ടു. ബസ് സ്റ്റാൻഡിൽ കുറച്ച് കൊതുകുവടിയൊക്കെ കൊണ്ടിരുന്നപ്പോഴേക്കും നമുക്ക് പോകേണ്ട HRTCയുടെ സെമി സ്ലീപ്പർ ബസ് വന്നു. ഈ ട്രിപ്പിൽ ഞങ്ങളുടെ ആകെയുള്ള ലക്ഷറി ബസ്സാണിത്. ബാക്കിയെല്ലാം തനി ലോക്കൽ ബസ്സായിരുന്നു. ഇത് ചണ്ഡീഗഡിൽ നിന്നും റെക്കോംപിയയിലേക്കുള്ള HRTCയുടെ ഏക സർവീസാണ്. ഈ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ലാൻഡ് സ്ലൈഡ് ഹിമാചലിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഞങ്ങൾക്ക് കാണാമായിരുന്നു. പല സ്ഥലങ്ങളിൽ റോഡിൻ്റെ പകുതി ഭാഗവും മണ്ണിടിഞ്ഞു മൂടിയിരുന്നു. റോഡിൻ്റെ ഒരു വശത്തു കൂടിയാണ് എല്ലാ വാഹനങ്ങളും പോയിക്കൊണ്ടിരുന്നത്. ഈ ബസ്സിന് ചണ്ഡീഗഡ് മുതൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട കർച്ചം എന്ന സ്ഥലം വരെ ഒരാൾക്ക് ഏകദേശം 700 രൂപയാണ് ചാർജ്. അങ്ങനെ വെളുപ്പിന് ഏകദേശം 7 മണിയോടുകൂടി ഞങ്ങൾ കർച്ചം എത്തി. കർച്ചം ഒരു ജംഗ്ഷൻ പോലെയാണ്. നേരെ പോയാൽ നമ്മൾ റെക്കോംപിയോ എന്ന സ്ഥലത്തേക്ക് എത്തും. കർച്ചത്തു നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ചിത്കുലും. ഈ ട്രിപ്പിലെ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ചിത്കുൽ. കർച്ചത്തിൽ നിന്ന് ചിത്കുലിലേക്കുള്ള ബസ് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയിൽ കൈ കാണിച്ച് കയറാം എന്നായിരുന്നു പ്ലാൻ. ഭാഗ്യം കൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ചിത്കുലിലേക്കുള്ള ബസ് വന്നു.
അങ്ങനെ നമ്മൾ 4 പേരും നമ്മുടെ രണ്ടാമത്തെ ബസ് യാത്ര തുടങ്ങി. നമ്മളിപ്പോൾ ചിത്കുൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബസ്സിൽ ഏകദേശം 2 മണിക്കൂർ സമയത്തെ യാത്രയാണുള്ളത്. അതിന് ഏകദേശം ഒരാൾക്ക് 80 രൂപയാണ് ചാർജ്. ഈ ബസ്സിലെ യാത്ര തുടങ്ങിയതിന് ശേഷമാണ് ഹിമാചലിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള കിന്നോർ ജില്ലയിലെ ഈ റോഡുകളുടെ യഥാർത്ഥ ഭീകരത ഞങ്ങൾ കാണുന്നത്. മുന്നേ കയറിയ ബസ്സും ഇതുപോലെയുള്ള റോഡുകളിലൂടെ വന്നിട്ടുണ്ടെങ്കിലും വെളിച്ചം കുറവായതുകൊണ്ട് അതിൻ്റെ ശരിക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മിക്ക റോഡുകളും വലിയ വലിയ മലകളിൽ ചെത്തിയെടുത്ത പോലെയാണ് ഉണ്ടായിരുന്നത്. പലതിനും ഒരു ബസ് മാത്രം കടന്നു പോകാനുള്ള വീതിയേ ഉണ്ടായിരുന്നുള്ളൂ. ശ്വാസം അടക്കി പിടിച്ചാണ് ഞങ്ങൾ 2 മണിക്കൂർ ഈ ബസ്സിലിരുന്നത്. ഇതൊരു തുടക്കം മാത്രമായിരുന്നു ശരിക്കും. ശേഷം ഞങ്ങൾ ലേ വരെ യാത്ര ചെയ്ത എല്ലാ റൂട്ടുകളും ഏകദേശം ഇതുപോലത്തെ ഒക്കെ തന്നെ ആയിരുന്നു. ഈ റൂട്ടുകളിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരെ ശരിക്കും സമ്മതിക്കണം. പല സ്ഥലങ്ങളിലും ലാൻഡ് സ്ലൈഡ് കാരണം കല്ലുകളും പാറകളും റോഡിൽ വീണ് കിടക്കുന്നത് കാണാമായിരുന്നു. എന്നാലും വെള്ളപ്പൊക്കവും ലാൻഡ് സ്ലൈഡും ഹിമാചലിലെ മറ്റു സ്ഥലങ്ങളിൽ നാശം വിതച്ച അത്രയും ഇവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ 2 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ചിത്കുൽ എന്ന പ്രകൃതി രമണീയമായ കൊച്ചു ഗ്രാമത്തിലെത്തി. ഹിമാചലിൽ മറ്റു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ഒരുപാട് പേർ എത്തിപ്പെട്ടിട്ടില്ലാത്ത ഒരു ഗ്രാമം. അതുകൊണ്ട് തന്നെ ഈ സൗന്ദര്യം ഇപ്പോഴും നിലനിർത്തുന്നു. ചുറ്റിലും തല ഉയർത്തി നിൽക്കുന്ന മലകൾ, വെറും 1000-ൽ താഴെ മാത്രം ആളുകൾ വസിക്കുന്ന ഒരു ഗ്രാമവും അതിന് കുറുകെ ഒഴുകുന്ന ബാസ്പ നദിയും, ഇതെല്ലാം ചേർന്നതാണ് ചിത്കുൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള എയർ ചിത്കുലിലെയാണെന്നാണ് അടുത്ത് നടന്ന ഒരു റിസർച്ച് പറയുന്നത്. ഇന്ത്യ ടിബറ്റ് ബോർഡറിൽ പെർമിറ്റ് ഇല്ലാതെ പോകാൻ പറ്റുന്ന അവസാനത്തെ വില്ലേജാണ് ചിത്കുൽ. അത് കഴിഞ്ഞ് ആർമി ചെക്ക് പോസ്റ്റുകൾ ഉണ്ടെങ്കിലും പെർമിറ്റ് എടുക്കാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വിൻ്റർ സമയത്ത് മഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന ചിത്കുലിന് വേനൽക്കാലത്ത് കടും നീല നിറത്തിൽ ഒഴുകുന്ന ബാസ്പ നദി ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന റെയിനി സീസൺ ആയതുകൊണ്ട് എവിടെയും പച്ചമയം. അങ്ങനെ ഏത് സമയത്ത് പോയാലും ചിത്കുൽ നമ്മളെ നിരാശപ്പെടുത്തില്ല. ആദ്യം ഞങ്ങൾ പോയത് നേരത്തെ ബുക്ക് ചെയ്ത ഹോസ്റ്റലിലേക്കാണ്. ഞങ്ങളുടെ മൊത്തം ട്രിപ്പിൽ ആകെ ബുക്ക് ചെയ്തിട്ട് ഒരേ ഒരു സ്റ്റേയും ഇതാണ്. ഈ ഹോസ്റ്റലിൽ ചിലപ്പോൾ റൂം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത് മാത്രം നേരത്തെ ബുക്ക് ചെയ്തത്. ഞങ്ങൾ 4 പേർക്കും കൂടി ഒരു 4 ഷെയർഡ് ബങ്കർ ബെഡ്റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. ഒരാൾക്ക് 599 രൂപയാണ് ചാർജ് വന്നത്. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഹോസ്റ്റൽ തന്നെയാണിത്. ചിത്കുലിൽ പൊതുവെ റെസ്റ്റോറൻറ്റുകൾ കുറവാണ്. കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിൽ തന്നെ അടുത്ത ദിവസം ഞങ്ങൾക്ക് പോകേണ്ട റെക്കോംപിയോയിലേക്കുള്ള ബസ്സിന് ടൈമിംഗ് എല്ലാം ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. രാവിലെ 6:30 ബസ്സിന് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് ഹോസ്റ്റലിലെ കെയർ ടേക്കർ കാണിച്ചു തന്ന അടുത്തുള്ള മല കയറാനാണ്. അതിൻ്റെ മുകളിൽ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് കാണാം. അവിടെ വരെ കയറാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മല കയറ്റം തുടങ്ങി. ചിത്കുലിലെ വീടുകളുടെ കൺസ്ട്രക്ഷൻ തികച്ചും വ്യത്യസ്തമായിരുന്നു. കൂടുതൽ മരങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂഫിന് വേണ്ടി ചെത്തിയെടുത്ത പാറക്കല്ലുകളും. പൊതുവെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻസ് ആണ് കാണാറുള്ളത്. പിന്നീട് എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം, സ്ത്രീകളടക്കം എല്ലാവരും ഒരു ഗ്രീൻ ആൻഡ് ഗ്രേ കളർ ചേർന്നുള്ളൊരു തൊപ്പി ധരിക്കുന്നുണ്ട്. കിന്നോരി ടോപ്പി എന്നാണ് അവർ അതിനെ വിളിക്കുന്നത്. ഞങ്ങൾ ട്രെക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് ക്ഷീണം അത്ര അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആൾട്ടിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട് ബ്രീത്തിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ തന്നെ നമുക്ക് ചിത്കുൽ വില്ലേജിൻ്റെ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. കുറച്ച് മുകളിലേക്ക് പോയപ്പോഴേക്കും ചുറ്റും കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫീലുമാണ്. കുറച്ച് നേരത്തെ ട്രെക്കിങ്ങിന് ശേഷം നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. വളരെ മനോഹരമായ ഒരു കൊച്ചു വെള്ളച്ചാട്ടം. ആ മഞ്ഞുരുക്കി വരുന്ന വെള്ളം താഴേക്ക് ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പച്ചപ്പും കോടയും നിറഞ്ഞ മലയും, എന്ത് മനോഹരമായ കാഴ്ചയാണത്. അതിങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ തന്നെ ഇരിക്കാം. ഇനി നമുക്ക് ചിത്കുലിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം.
പറഞ്ഞ ഇന്ത്യൻ ഫ്ലാഗ് വരെ എത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാനെങ്കിലും ചിത്കുലിലേക്ക് ഒന്നുകൂടി വരേണ്ടി വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ കയറ്റം അടുത്ത പ്രാവശ്യത്തിലേക്ക് മാറ്റിവെച്ചാലോ എന്നൊരു ചിന്ത വന്നു. അതുകൊണ്ട് മാത്രം തൽക്കാലം തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. എല്ലാവരും ടയേർഡായി, അത് തന്നെ. തിരിച്ചിറങ്ങി വരുമ്പോഴാണ് നമ്മൾ റീത്തിനെ പരിചയപ്പെട്ടത്. ചിത്കുലിലെ ഒരു കൊച്ചു സുന്ദരി. ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്ന ചോക്ലേറ്റ് കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി, ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് തന്നു. പിന്നെയും നടന്നു വരുമ്പോഴാണ് നമ്മൾ ഈ നാട്ടുകാരനെ പരിചയപ്പെട്ടത്. പുള്ളിയോട് ഫിദ എവിടെയാണ് നല്ല ഫുഡ് കിട്ടുകയെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം വളരെ രസകരമായിരുന്നു. പുള്ളി പറഞ്ഞത് ഇവിടെ ഒരു 3-4 ദിവസം താമസിച്ച് ഓരോ ദിവസം ഓരോ ഹോട്ടലിൽ ട്രൈ ചെയ്താൽ അറിയാൻ പറ്റും എവിടെ നല്ല ഫുഡ് കിട്ടുകയെന്ന്. അവർ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കാറില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ നമ്മളും ഇതുപോലൊരു ഉത്തരം കൊടുത്തേനെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം മൊത്തം മാറി. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് വളരെ കോമണായി മാറി. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഹിന്ദുസ്ഥാൻ കാ ആഖരി ദാബ എന്നൊരു സ്ഥലത്ത് പോയിട്ട് ലഞ്ച് കഴിച്ചു. ഹിമാചലിൽ ലഞ്ചിന് മിക്കപ്പോഴും രാജ്മ ചാവൽ തന്നെയാണ് കിട്ടാറ്. രാജ്മ പണ്ട് ഓഫീസിൽ ലഞ്ചിന് കണ്ടാൽ ഞാൻ ആ സൈഡിലേക്കേ പോകാറില്ലായിരുന്നു. പക്ഷേ ഹിമാചലിൽ ആ തണുപ്പത്ത് ചൂട് രാജ്മയും ചോറും കിട്ടിയപ്പോൾ അതിനൊരു പ്രത്യേക രുചിയായിരുന്നു. ശേഷം നേരെ ഹോസ്റ്റലിൽ പോയി ഒരു ചെയർ ഇട്ടു നല്ല അടിപൊളി വ്യൂവും കണ്ടുവരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ബാസ്പ നദിയുടെ തീരത്ത് കൂടി ഒന്ന് നടക്കാനിറങ്ങി. ബാസ്പ നദിയിലൂടെ മഞ്ഞുരുക്കി വരുന്ന വെള്ളം നല്ല പോലെ കലങ്ങി ഒഴുകുന്നുണ്ട്. വേനൽക്കാലത്താണെങ്കിൽ ബാസ്പ നദിയിൽ നല്ല നീല നിറത്തിൽ തെളിഞ്ഞ വെള്ളമാകും. മഞ്ഞുകാലത്താണെങ്കിൽ ഉറച്ച ഐസായിട്ടുണ്ടാകും. അപ്പോഴാണ് നദിയുടെ തീരത്ത് 2 പേര് വീടുണ്ടാക്കുന്നത് കണ്ടത്. ഉരുളൻ കല്ലുകൾ കൊണ്ടാണ് ഭിത്തി നിർമ്മിക്കുന്നത്. കണ്ടിട്ട് ഒരു ടൂറിസ്റ്റ് കോട്ടേജാണ് നിർമ്മിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ദൂരെ കണ്ട ഒരു പാലം ലക്ഷ്യമാക്കി നടന്നു. ആ പാലത്തിലൂടെ നമുക്ക് നദി ക്രോസ് ചെയ്ത് മറുകരയിലേക്ക് പോകാൻ പറ്റും. ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന പച്ചപ്പ് നിറഞ്ഞ മലകളുടെയും താഴേക്ക് ഇറങ്ങി വരുന്ന കോടമഞ്ഞിൻ്റെയും ഒക്കെ കാഴ്ചകൾ അതിഗംഭീരമായിരുന്നു. ഏകദേശം ആ ഭാഗത്തായിട്ടാണ് ടിബറ്റ് വരുന്നത്. കുറച്ചുകൂടി ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ടിബറ്റ് ബോർഡർ എത്താൻ പറ്റും. പക്ഷെ അതിന് പെർമിഷൻ എല്ലാം ആവശ്യം വരും. ഇനി ഈ നദിയുടെ മറുവശത്തേക്ക് നോക്കിയാൽ ഒട്ടും വീടുകളോ ബിൽഡിങ്ങുകളോ ഒന്നും കാണാൻ പറ്റില്ല. തഴച്ചു വളരുന്ന പൈൻ മരങ്ങൾ ഒരു കൊടും കാടിൻ്റെ ഫീൽ തന്നെ തരുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചുപേർ ആ കാട്ടിൽ നിന്ന് മരത്തടികളെല്ലാം ശേഖരിച്ച് കൊണ്ടുവരുന്നത് കണ്ടത്. ഭക്ഷണം പാകം ചെയ്യാനും തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും ഇവിടെയുള്ള ആളുകൾ കൂടുതലും ഈ കാട്ടിലെ മരത്തെയാണ് ആശ്രയിക്കുന്നത്. പൊതുവെ ആളുകളെയൊന്നും അവിടെ കാണാനില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ പേടിച്ചുകൊണ്ട് അവിടെ കുറച്ചു നേരം ഞങ്ങൾ കറങ്ങി നടന്നു. കൂടുതലും പൈൻ മരങ്ങളും പിന്നെ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയും അവിടെ കാണാൻ പറ്റി. അവിടെ കുറച്ചു നേരം കറങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിൽ രാത്രി നല്ല അടിപൊളി റൊട്ടിയും മട്ടർ പനീറും കിട്ടി. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. ആവശ്യത്തിന് ജാക്കറ്റും തെർമലെല്ലാം കയ്യിൽ കരുതിയത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ കഴിച്ചു കൂട്ടി. ഇനി അടുത്ത ദിവസം ഞങ്ങൾക്ക് പോകാനുള്ളത് റെക്കോം പിയോയിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.